എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. T20 വേൾഡ് കപ്പിനെ കലാശപ്പോരാട്ടം ഇന്ന് ബാർബഡോസിൽ നടക്കാൻ പോവുകയാണ്. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും മുഖാമുഖം വരുന്ന ചരിത്ര ഫൈനൽ നടക്കാൻ പോകുന്നത്. അപരാജിത കുതിപ്പ് തുടർന്ന് കലാശപ്പോരാട്ടത്തിനെത്തിയ രണ്ട് ടീമുകൾ. ഇന്നത്തെ രാത്രി കഴിയുമ്പോൾ ഒരു ടീമിന് പരാജയം നുണയാം, മറ്റൊരു ടീമിന് ചരിത്രത്തിലിടം നേടാം. ആദ്യമായിട്ടാണ് ഒരു ലോകകപ്പിൻ്റെ ഫൈനൽ ടിക്കറ്റിൽ ദക്ഷിണാഫ്രിക്ക എത്തുന്നത്. പലതവണ സെമിയിൽ വഴുതിപ്പോയ ഫൈനൽ മോഹങ്ങളും ഒട്ടിയാണ് ഇത്തവണ ഏഡൻ മാർക്കറത്തിന് സംഘം അപരാജിത കുതിപ്പും തുടർന്ന് സൂപ്പർ 8 മിന്നും പ്രകടനത്തിലൂടെ കലാശ പോരാട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ച് കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പിലും കലാശ പോരാട്ടം വരെ എത്തിയിരുന്നെങ്കിൽ പോലും ഫൈനലിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെടാനായിരുന്നു ഹിറ്റ്മാൻ്റെ സംഘത്തിൻ്റെ വിധി. എന്നാൽ ഇത്തവണ അതെല്ലാം തിരുത്തി കുറിക്കാനാണ്, അതെല്ലാം മാറ്റി രാഹുൽ ദ്രാവിഡ് എന്ന ഇന്ത്യൻ പരിശീലകൻ്റെ അവസാന പോരാട്ടത്തിൽ കപ്പും കൊണ്ട് T20 വേൾഡ് കപ്പിൻ്റെ കുട്ടി ക്രിക്കറ്റിൻ്റെ വിശ്വകിരീടം കയ്യിലെന്താനാണ് ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചരിത്ര ഫൈനൽ തന്നെയാണ്. ജയിക്കുന്ന ടീമിന് ചരിത്രത്തിലിടം നേടാനുള്ള സുവർണ അവസരം തന്നെയാണ്. 2007 T20 വേൾഡ് കപ്പ് വിജയത്തിന് ശേഷം രണ്ടാം കിരീടം മോഹിച്ച് ഇത്രയും കാലയളവ് നീണ്ട ഇന്ത്യൻ സംഘത്തിന് ഇന്നത് നേടാൻ സാധിക്കട്ടെ. അപ്പോൾ ഒരുപോലെ നമ്മളെല്ലാവരും ഇന്നത്തെ മത്സരത്തിന് മഴ ഭീഷണിയുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും അവിടെ ശക്തമായി തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. കവേഴ്സിൽ തന്നെയായിരുന്നു ഗ്രൗണ്ടെല്ലാം കഴിഞ്ഞ 2 ദിവസങ്ങളിലും കിടന്നത്. ഇന്നും ശക്തമായി നമുക്കറിയാം, ഇന്ന് കലാശ പോരാട്ടത്തിന് ദിവസമാണ്. നാളെ റിസർവ് ഡേയും കൊണ്ട് ജൂൺ 30 ഞായറാഴ്ച റിസർവ് ഡേയും ഫൈനലിൽ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ 2 ദിവസങ്ങളിലും ശക്തമായ മഴ തന്നെയാണ് ബാർബഡോസിൽ പ്രതീക്ഷിക്കുന്നത്. സോ അതിനാൽ തന്നെ കലാശ പോരാട്ടത്തിൽ മഴ കളിച്ചാൽ എങ്ങനെയാകും മത്സരത്തിൻ്റെ റിസൾട്ട് പോകുന്നതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ജൂൺ 29 ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് ഫൈനൽ തുടങ്ങാൻ പോകുന്നത്. ഫൈനലിനിടയ്ക്ക് മഴ പെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 190 മിനിറ്റ് വരെ, അതായത് 190 മിനിറ്റ് വരെ എക്സ്ട്രാ ടൈം കിട്ടും മത്സരം പൂർത്തീകരിക്കാൻ. ഇതിനിടയിൽ വെച്ച് മിനിമം 10 ഓവറെങ്കിലും ഇരു ടീമുകളും കളിച്ചാൽ മാത്രമേ വിജയിയെ കണ്ടെത്താനാകൂ. ഇനി ഇന്നത്തെ ദിവസം 190 മിനിറ്റ് കഴിഞ്ഞിട്ടും കളി നടത്താൻ സാധിച്ചില്ല. എങ്ങനെയാണെങ്കിൽ നാളെ റിസർവ് ഡേയിലേക്ക് മത്സരം പോകുന്നതായിരിക്കും. റിസർവ് ഡേയിൽ പതിവ് പോലെ 190 മിനിറ്റ് എക്സ്ട്രാ ടൈം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ രാത്രി 8 മണിക്കായിരിക്കും മത്സരം തുടങ്ങാൻ പോകുന്നത്. മത്സരം വീണ്ടും മഴ മുടക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇരു ടീമുകളും ഈ ഒരു T20 വേൾഡ് കപ്പിലെ പരാജയം അറിയാത്ത 2 ടീമുകൾ തന്നെയാണ്. സോ അങ്ങനെയാണെങ്കിൽ മിനിമം 10 ഓവർ വെച്ചെങ്കിലും മത്സരം ഇരു ടീമുകൾക്കും പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നാൽ 2 ടീമുകളെയും സംയുക്ത വേൾഡ് കപ്പ് വിജയികളായിട്ടായിരിക്കും പ്രഖ്യാപിക്കാൻ പോകുന്നത്. സോ അതിനാൽ തന്നെ മഴ ഭീഷണി ഉണ്ടെങ്കിൽ പോലും ശക്തമായൊരു പോരാട്ടത്തിന് തന്നെയാണ് ബാർബഡോസ് ഒരുങ്ങുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.